Good morning. Hope you are thorough about the formulas of cost of equity. Clear? So you have dividend yield method where the KE can be calculated as, how KE is calculated? K is equal to D divided by NP or MP, right? And there is dividend yield plus growth method. The formula to calculate dividend yield plus growth method is D0 into 1 plus G divided by MP or NP plus G into 100. Clear? And you have one more method, that is earnings method and earning yield method, where K is calculated as EPS divided by NP or MP, where EPS is equal to earnings available to equity shareholders divided by number of shares. I just thought I'll recall those formulas. Today we start with the problems, right? So I just want to say, do the problems alone, and I will just illustrate the problems so that it will be easy for you to do the problems. Clear? So let us read the first problem. A company issues 1000 equity shares of rupees 100 each at a premium of 10% issue price, right? The company has been paying 20% dividend to equity shareholders for the past 5 years and expects the same in the future also. Clear? Compute the cost of equity capital. This is the first question. And you have one more question. Will it make any difference if the market price of equity share is rupees 160? So there is two questions in one question itself. അതുകൊണ്ട് അത് രണ്ടും വേറെ വേറെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഏത് മെത്തേഡാണെന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ആദ്യത്തെ മെത്തേഡ് എന്താ? ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡാണ്. അതിലെന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുകയാണ്. ഇവിടെ എങ്ങനെയാ? കമ്പനി ഹാസ് ബീൻ പേയിങ് 20% ഡിവിഡൻഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫോർ ലാസ്റ്റ് 5 കൊല്ലമായിട്ട് 20%. ഇത് തന്നെയാണ് ഭാവിയിലും. സോ ദാറ്റ് മീൻസ് ദ ഡിവിഡൻഡ് ഇസ് കോൺസ്റ്റൻറ്റ്. ശരി, ഡിവിഡൻഡ് കോൺസ്റ്റൻ്റ് ആണ്. ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഗ്രോത്ത് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഔട്ട് ദ സെക്കൻഡ് മെത്തേഡ്. ഇഫ് ഈസ് ഇറ്റ് ഏർണിങ്സ്? നോ, ഏർണിങ്സും തന്നിട്ടില്ല വെച്ചാൽ യു ക്യാൻ ഓപ്റ്റ് ഔട്ട് ദ തേർഡ് മെത്തേഡ് ഓൾസോ. സോ വി വിൽ സ്റ്റിക്ക് ഓൺ ടു ദ ഫസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഇസ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, where K is calculated as K is equal to, എങ്ങനെ Kയുടെ calculation? D divided by NP or MP. Is it clear for you? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നോക്കാം. ഇതിൽ D എന്താ? 1000 ഇക്വിറ്റി ഷെയർസ് ആണ്. 100 രൂപ വെച്ചിട്ടാണ് ഇക്വിറ്റി ഷെയർസ്. നമുക്ക് ഒരു ഷെയറിൻ്റെ വെച്ചിട്ട് ചെയ്യാം. കാരണം വെറുതെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1000 ഇൻറ്റു 100 എന്നൊന്നും പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ടേക്ക് 1 ഷെയർ. ഒരു ഷെയറിൻ്റെ വെച്ച് ചെയ്താലും 100 ഷെയറിൻ്റെ വെച്ചിട്ട് ചെയ്താലും യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം ആൻസർ. അപ്പോൾ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. പ്രീമിയം എത്രയാണ്? 10%. ക്ലിയർ? അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്? വാട്ട് ഈസ് എ നെറ്റ് പ്രൊസീഡ്സ്? നെറ്റ് പ്രൊസീഡ്സ് ഇസ് 100 ഫേസ് വാല്യൂ പ്ലസ് 10%. ഇറ്റ് കംസ് ടു, ഒരു ഷെയറിൻ്റെ മുകളിൽ 110 രൂപയാണ്. ഒരു ഷെയറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദ കമ്പനി ഹാസ് ബീൻ പേയിങ് 20% ഡിവിഡൻഡ്. ഡിവിഡൻഡ് ടു ബി പെയ്ഡ് ഓൺ ദ ഫേസ് വാല്യൂ. ക്ലിയർ? 100 രൂപയുടെ മുകളിലാണ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യണത്. 100 ഇൻറ്റു 20%, ഇറ്റ് കംസ് ടു 20 rupees. Is it right? And is constant. Compute the cost of equity capital. This is one question. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടില്ല. So if market price is not given in the question, you can stick on with the net proceeds. So how you will calculate?
20 divided by 110. Right? 20 divided by 110 into 100. It comes to 18.18%. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല ചെയ്യാണ്ട് വെച്ചാൽ 1000 ഇൻറ്റു 100 നിങ്ങൾക്ക് എടുക്കാം, അതിൻ്റെ 10% എടുക്കാം. ക്ലിയർ? അങ്ങനെ നെറ്റ് പ്രൊസീഡ്സ് എടുക്കാം. പിന്നെ 1000 ഇൻറ്റു 100ൻ്റെ 20% ഡിവിഡൻറ്റ് എടുക്കാം. അങ്ങനെ ചെയ്താലും യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം ആൻസർ. അപ്പോൾ ഒന്നുകിൽ ഒരു ഷെയറിന് എടുക്കാം. എപ്പോഴും ആലോചിക്കേണ്ടത് ഡിബെഞ്ചർ ആകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാട്ടോ, അൺലെസ് ദ ഫേസ് വാല്യൂ ഇസ് ഗിവൻ. ഇഫ് ഫേസ് വാല്യൂ ഇസ് നോട്ട് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു. ഫേസ് വാല്യൂ ക്വസ്റ്റ്യനിൽ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ന്യൂമറേറ്ററിൽ ഒരു ഷെയറിൻ്റെയും ഡിനോമിനേറ്ററിൽ 1000 ഷെയറിൻ്റെയും കണക്കെടുക്കരുത്. ന്യൂമറേറ്ററിൽ നമ്മൾ ഡിവിഡൻറ്റ് ഒരു ഷെയറിൻ്റെയാണ് എടുക്കണം വെച്ചാൽ ഡിനോമിനേറ്റർ ഒരു ഷെയറിന് നെറ്റ് പ്രൊസീഡ്സ് എടുക്കണം. ക്ലിയർ? ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ദിസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Will it make any difference if the market price of equity share is 160? മാർക്കറ്റ് പ്രൈസ് 160 ആയാൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് 160 ആയാൽ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ പഠിച്ചിട്ടുള്ള റൂള് പ്രകാരം എന്താ, NP നമ്മൾ എടുക്കില്ല. ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താ ഉണ്ടാവുക? ഡിനോമിനേറ്ററിൽ MP ആയി മാറും. There is no change in the numerator. So how you will calculate? Same method തന്നെ 20 divided by 160 clear into 100. It comes to എത്രയാവുക? 12.5%. Is it clear for you the problem? അപ്പോൾ ആദ്യം മെത്തേഡ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യണം. മെത്തേഡ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഗോ ഫോർ ദ ഫോർമുല, ഡിഫൈൻ യുവർ വേരിയബിൾസ്. ഫോർമുലയിലെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുക, എത്ര എന്നുള്ളത് എഴുതി വയ്ക്കുക. വർക്ക് ഔട്ട് യൂസിങ് ദ ഫോർമുല. ഇറ്റ് ഈസ് പ്രെറ്റി ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ക്ലിയർ? ആൻഡ് ലെറ്റ് us go for the second problem. Hope it is clear for you. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും കാണണം. ഓക്കെ? നിങ്ങൾക്ക് ശരിക്കും പ്രീവിയസ് നോളജ് ഇല്ലാത്തൊരു പേപ്പറായത്, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ടേക്ക് ടൈം. ശരിക്കും നമുക്ക് സമയമെടുക്കും ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഭാഗം ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാവുന്നുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ? സോ ലെറ്റ് us see the next problem. അടുത്ത പ്രോബ്ലമാണ്. എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ന്യൂ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. പാറിലാണ് ഇഷ്യൂ. ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ബി 5% ഓഫ് ദ ഷെയർ പ്രൈസ്. ദ കമ്പനി പേസ് എ ഡിവിഡൻഡ് ഓഫ് ₹10 per share initially and the growth in dividend is expected to be 5%. Compute the cost of new issue of equity shares. Right. One more question is there attached. If the current market price of the equity is 150, calculate the cost of existing equity share based on the same information what is given above. വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ അതേ ഇൻഫർമേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, growth rate is given in the question and we should stick on to the second formula. രണ്ടാമത്തെ ഫോർമുലയിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ക്ലിയർ? സോ ഹൗ യു വിൽ കാൽക്കുലേറ്റ്? KE ഈസ് ഈക്വൽ ടു, KEയുടെ ഫോർമുല എന്താ? D0 into 1 plus G or D1 divided by NP or MP plus G into 100. Can you define? D1 ആവണമെന്നില്ല, D0 into 1 plus G ആയാലും മതി. പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ക്ലിയർ? വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ? ലെറ്റ് us see how.
സോ ലെറ്റ് us see whether it is D1 or D0. ആദ്യത്തെ പോയിന്റ് ആണ്. കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ന്യൂ ഷെയർസ് ആണ്. സോ റിമെമ്പർ വൺ തിങ്, ഇറ്റ് ഈസ് ന്യൂ ഇഷ്യൂ. ആദ്യമായിട്ടാണ് ഇഷ്യൂ നടത്തുന്നത്. ക്ലിയർ? ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ബി 5% ഓഫ് ദ നെറ്റ് പ്രൊസീഡ്സ്. അപ്പം നമുക്കൊരു കാര്യത്തിൽ തീരുമാനമാക്കാം, NP, കാരണം മാർക്കറ്റ് പ്രൈസ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ NPയിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. 100 രൂപയാണ് ഫേസ് വാല്യൂ. ക്ലിയർ? 100 രൂപയിൽ 5% എന്ത്? 5% ഇസ് ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ 5 രൂപയാണ്. അപ്പോൾ എത്രയാവും? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇസ് 95. NP ഇസ് 95. ക്ലിയർ? ഇനി D ആണോ, D1 ആണോ, D0 ആണെന്നോ? കമ്പനി പേസ് എ ഡിവിഡൻഡ് ഓഫ് 10 per share ഇനീഷ്യലി. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരുമ്പോൾ നമുക്ക് തെറ്റായൊരു ധാരണ ഉണ്ടാവും. ആദ്യം കമ്പനി കൊടുത്തത് 10 രൂപയാണ്, പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഇഷ്യൂ നടക്കുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇയർ. അപ്പോൾ കമ്പനി കൊടുക്കുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് കമ്പനി കൊടുക്കാൻ പോണത് 10 രൂപയാണ്. സോ ഇറ്റ് ഇസ് നോട്ട് D0 വിച്ച് ഇസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ, ഇറ്റ് ഇസ് D1. ഓൺലി ബിക്കോസ് ശരിക്കും ഗ്രാമാറ്റിക്കലി നോക്കുക വെച്ചാൽ കമ്പനി പേസ് എ ഡിവിഡൻഡ് ഓഫ് 10 per share ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കൊടുത്തത് 10 രൂപയാണ്. സിൻസ് ഇറ്റ് ഇസ് ന്യൂ ഇഷ്യൂ, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദേ ആർ പേയിങ് ഓഫ് ദ ഡിവിഡൻഡ് ആൻഡ് ഇറ്റ് ഈസ് ദ കറൻറ്റ് ഇയർ, നോട്ട് ദ പ്രീവിയസ് ഇയർ. സോ ഇറ്റ് ഈസ് D1 വിച്ച് ഇസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ D1 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. D1 എന്ന് പറഞ്ഞ സംഭവം 10 രൂപയാണ്. ക്ലിയർ? ആൻഡ് വാട്ട് എൽസ് ഇസ് നീഡഡ്? Growth rate is given in the question. Growth rate is 5. Shall we do the problem? Okay. So നമ്മൾ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. 10 D1 divided by NP. NP is 95 plus G is 0.05. Clear? Into 100. Is it clear for you? 50% അല്ല, 5% 0.05 ആണ്. 0.05 ആയിട്ട് ചെയ്യാം. So the answer is 15.53%. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? സോ ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ നോക്ക്. ഇഫ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇസ് 150, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 150 ആണ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ. എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക? വേറെ ഒന്നിലും മാറ്റമില്ല. നമുക്ക് ആകെ വ്യത്യാസം വരെ എന്താ? A very slight change will happen. D എന്ന് പറയുന്നത് 10 രൂപ തന്നെയാണ്. D is 10 rupees. ആൻഡ് നെറ്റ് പ്രൊസീഡ്സ് 95 ആവില്ല. അതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മാർക്കറ്റ് പ്രൈസാണ്. പ്ലസ് ഗ്രോത്ത് റേറ്റ് ഇസ് 0.05. Same way you can do the problem. Clear? Replace the net proceeds with the market price. That is the only difference. Into 100 ചെയ്യാം. The answer is 11.67. Is it clear for you? ഇത് ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ചേഞ്ചും ഇല്ല മെത്തേഡിൽ. The only significant difference is the market net proceeds will be replaced with market price. Is it clear for you? Question clear അല്ലേ? ഓക്കെ, ലെറ്റ് us മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. എവിടെയെങ്കിലും ക്ലിയർ അല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പറയണം, നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The shares of a company are selling at 40 per share. 40 രൂപയാണ് കമ്പനി ഇപ്പോൾ വിൽക്കുന്നത്. ഇപ്പോൾ വിൽക്കണത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് 40 ആണ്. ക്ലിയർ? അതാണ് അതിൻ്റെ ഉദ്ദേശം. തന്നിട്ടുള്ള എമൗണ്ട് അത് മാർക്കറ്റ് പ്രൈസാണ്. ദിസ് ഈസ് ദ മാർക്കറ്റ് പ്രൈസ്.
ആൻഡ് ഇറ്റ് ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹4 per share ലാസ്റ്റ് ഇയർ. വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ടത് കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ആണ്. അപ്പോൾ തന്നിട്ടുള്ളത് D0 ആണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കൂ. ക്ലിയർ? ദിസ് ഇസ് ദ മാർക്കറ്റ് പ്രൈസ്. ഇത് തന്നിട്ടുള്ളത് MP ആണ്. ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് എക്സ്പെക്ട്സ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 5%. 0.05 ഗ്രോത്ത് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫോർമുല നമ്മൾ ഫിക്സ് ചെയ്തു, ഗ്രോത്ത് ആണ്. D0 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഫോർമുല കുറച്ചും കൂടി എക്സ്പാൻഷൻ വരും. ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ദ കമ്പനീസ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് മാത്രം നോക്കിയാൽ മതി. അത് രണ്ടാമത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ക്ലിയർ? ഫോർമുല ആദ്യം എഴുതാം. ഫോർമുല എഴുതാൻ ഒരു തടസ്സമില്ല. KE ഈസ് ഈക്വൽ ടു എങ്ങനെ ഫോർമുല വരിക? D0 ഇൻറ്റു 1 + G ഡിവൈഡഡ് ബൈ MP, മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്, പ്ലസ് G ഇൻറ്റു 100. ക്വസ്റ്റ്യൻ വളരെ ഇതാണ്. D0 ഈസ് ഗിവൺ ആസ് 4 രൂപയാണ് ഡിവിഡൻറ്റ് കഴിഞ്ഞ വർഷത്തെ, ഇൻറ്റു 1 + G 5% ആണ് ഗ്രോത്ത് റേറ്റ്, 1 + 0.05 divided by market price is given as 40 plus 0.05 into 100. Clear? And the answer is 15.5%. Right? Is it clear the answer? Let us see the next question. അതായത് ഇതിലൊരു കൺഫ്യൂഷനും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വേഗം ക്ലോസ് ചെയ്യണത്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്. ഇഫ് ദ ആൻറ്റിസിപ്പേറ്റഡ് ഗ്രോത്ത് റേറ്റ് 7%, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഗ്രോത്ത് റേറ്റ് 7% ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഇൻഡിക്കേറ്റഡ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്റ്റിക്ക് ഓൺ വിത്ത് ദ സെയിം ഫോർമുല. MP is not given in the question. MP ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. Growth rate is given as 7. There is a slight change in the growth rate. So market price is not given in the question. And growth rate is changed to 7. അപ്പോൾ നമുക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും തരാത്തതുകൊണ്ട് ബാക്കി എല്ലാ ഇൻഫർമേഷനും നമ്മൾ പ്രീവിയസ് ഇതിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. അതായത് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൻ്റെ 4 കാരണം നമുക്ക് തന്നിട്ടില്ല, നമുക്ക് തരാതെ ചെയ്യാൻ പറ്റില്ല. പിന്നെ KE ഈസ് നോട്ട് ഗിവൻ, MP ഈസ് നോട്ട് ഗിവൻ. ഡിവിഡൻറ്റ് ഇസ് ദെയർ, ഗ്രോത്ത് റേറ്റ് ഇസ് ദെയർ. ഗ്രോത്ത് റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 5 എന്നുള്ളത് മാറിയിട്ട് 7 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എന്താ ഫോർമുല വരിക? 4 ഇൻറ്റു 1 + 0.07. ക്ലിയർ? ഇവിടെയും ഗ്രോത്ത് റേറ്റ് 0.07 ആവും. MPയും തന്നിട്ടില്ല, KEയും തന്നിട്ടില്ല വെച്ചാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സോ പറയണത് ക്ലിയർ ആക്കിക്കോളൂ. എക്സ്പെക്റ്റിംഗ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡസൻ ചേഞ്ച്. അതായത് നമ്മൾക്ക് ഗ്രോത്ത് റേറ്റ് മാറുന്നുണ്ട്, പക്ഷെ KEക്ക് മാറ്റമില്ല എന്നാണ് നമ്മുടെ അസംഷൻ. സോ നമ്മൾ ചെയ്യുമ്പോൾ ഈ KE എടുത്തിട്ട് വേണം ചെയ്യാൻ. ആൻഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താ? മാർക്കറ്റ് പ്രൈസ് ആണ്. MPക്ക് വേണ്ടി സോൾവ് ചെയ്യണം. നമ്മളൊരു ഡെറിവേറ്റ് ചെയ്തൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. D0 ഇൻറ്റു 1 + G ഡിവൈഡ് ബൈ KE - G പഠിച്ചിട്ടുണ്ടായിരുന്നോ ആ ഫോർമുല? യെസ്. അപ്പോൾ MP കിട്ടും. ഒന്നും വേണ്ട, ഇവിടെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യാം. 2 മെത്തേഡിലും ചെയ്യാം. ഈ KE ഇപ്പുറത്തിടാം, എല്ലാം അപ്പുറത്ത് കൊണ്ടിടാം. MPക്ക് വേണ്ടി സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ കം ടു ദ നെക്സ്റ്റ് ഫോർമുല. അതായത് നമുക്ക് ആ ഡെറിവേറ്റ് ചെയ്ത ഫോർമുല ഓർമ്മ ഉണ്ടെങ്കിൽ നേരിട്ടിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ക്ലിയർ? ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. ലെറ്റസ് ട്രൈ ടു ഡു ദ പ്രോബ്ലം. അതിന് മുന്നേ പ്രോബ്ലം ചെയ്യാൻ കുറച്ച് സ്പേസ് വേണം. ഓർ ഷാൽ ഐ റബ് ദിസ് ഹിയർ? നിങ്ങൾക്ക് ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഞാനിത് മായ്ക്കട്ടെ. ഓക്കെ, ഇവിടെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ്? സോ D0 ഇൻറ്റു 1 + G. D0 ആണോ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ?
D0 into 1 plus G ആണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. 4 into 4 ആണ് D0 into 1 plus 0.07 divided by MPക്ക് വേണ്ടിയിട്ട് പോവാം. MP is equal to അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ, എങ്ങനെ ചെയ്താലും. KE minus G. KE എത്രയാണ് കിട്ടിയേ? 15.5 ആണ്. പക്ഷെ റിമെമ്പർ 15.5 എന്നുള്ളത് നമ്മൾ 15.5 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. 0.155. കാരണം എല്ലാവരുടെയും 15% ഡയറക്റ്റ് ആയിട്ട് ഇടുമ്പോൾ പ്രോബ്ലം ചെയ്യാൻ സുഖമില്ല. So D0 into 1 plus G divided by KE minus G 0.07. ഈ KE minus G എങ്ങനെയായത്? നമ്മൾ നേരത്തെ ഡെറിവേഷൻ പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു. ആദ്യം ജീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ KE minus G ഇവിടെയാവും. KE minus G is equal to D0 into 1 plus G divided by MP. ഈ MPനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, KE minus Gനെ താഴത്തേക്കും കൊണ്ടുവരും. അങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുല കിട്ടിയത്. ക്ലിയർ? 4 into 1 plus 0.07 divided by 0.155 എങ്ങനെ കിട്ടിയത്? കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ KE. അങ്ങനെ വെച്ചിട്ടേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ മാർക്കറ്റ് പ്രൈസ് ഇസ് ₹50.35. Clear? This is the way you will do a problem if market price is not given in the question. Is it clear for you? You are sticking on to the same method. or the only change is ഇനി ഇങ്ങനെ ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് യു വിൽ കം ടു ദിസ് ആൻസർ. കാരണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ MP മാത്രം ഉണ്ടാവില്ല, അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ടാവും. അപ്പോൾ MPനെ ഈ ജീനെ ഇങ്ങോട്ട് കൊണ്ടുപോകും ആദ്യം, എന്നിട്ട് MPനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, KE minus G ഇപ്പുറത്തേക്ക് വരും. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ലെറ്റ് us do the next problem. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. A firm is considering an expenditure of ₹60 lakhs for expansion of its operations. The relevant information is as follows. 60 ലക്ഷമാണ് ഫേം കൺസിഡർ ചെയ്യുന്നത്. നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് 10 ലക്ഷം. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ 60. നെറ്റ് ഏർണിംഗ്സ് 90 ലക്ഷം. ക്ലിയർ? Compute the cost of equity share capital and of new capital assuming that new shares will be issued at a price of 52 per share and the cost of new issue will be ₹2 per share. So ആദ്യത്തെ പാർട്ട് നോക്കാം. ഇവിടെ വെച്ചിട്ട് ആദ്യത്തെ പാർട്ട് ക്വസ്റ്റ്യൻ്റെ കട്ടാവുന്നു. ക്ലിയർ? ഇവിടെ വരെയുള്ളൂ ഫസ്റ്റ് പാർട്ട്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇതാണ് ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെയുള്ള ഇൻഫർമേഷൻ ആദ്യം എടുക്കാം. എ ഫേം ഇസ് കൺസിഡറിങ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 60 lakhs. 60 ലക്ഷത്തിൻ്റെ എക്സ്പെൻഡിച്ചറാണ്. ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടാവും. ഫോർ എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാൻ 60 ലക്ഷം ആവശ്യമുണ്ട്. റെലവൻറ്റ് ഇൻഫർമേഷൻ ഇസ് ആസ് ഗിവൻ. നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് 10 ലക്ഷമാണ്. Market value of existing share is 60. Net earnings is given as 90. Net earnings എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this is EBIT. EBIT ആണ് നെറ്റ് ഏർണിങ്സ്. പക്ഷെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ EBIT എന്ന് പറയുമ്പോൾ EBITന്ന് ടാക്സ് മൈനസ് ചെയ്യാൻ ടാക്സ് റേറ്റ് ഉണ്ടോ? ഇല്ല. അതിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് ഉണ്ടോ? ഒന്നുമില്ല. സോ ഈ ക്വസ്റ്റ്യനിൽ EBIT തന്നെയാണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? സോ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇത് രണ്ടും കൂടി ചെയ്താൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ആസ് ആൻസർ? EPS. സോ നമ്മളുടെ മെത്തേഡ് എന്താ ഇവിടെ? earnings method ആണ്. earnings method where you are asked to do the problem using EPS. So if earnings is given in the question, stick on to the EPS method. So what is the EPS here? ഇവിടെ എങ്ങനെയാണ് നമ്മൾ EPS calculate ചെയ്യുക? 90 lakhs divided by 10 lakhs. Clear? It comes to
റുപ്പീസ് 9. 9 രൂപയാണ് EPS. എങ്ങനെയാണ് നമ്മൾ പിന്നെ KE കാൽക്കുലേറ്റ് ചെയ്യുക? KE ഈസ് ഈക്വൽ ടു EPS 9 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എത്രയാണ് ഒരു ഷെയറിൻ്റെ? 60 രൂപയാണ് മാർക്കറ്റ് വാല്യൂ. ക്ലിയർ? 9/60 into 100. So it comes to 15%. 15%. Is it clear for you? ഒരു സംശയവും തോന്നേണ്ട കാര്യമില്ല. pretty easy ആയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. ആൻഡ് ലെറ്റ് us see how you can do. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വട്ടം കൂടിയും കണ്ടു നോക്കണം. കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ റീവൈൻഡ് ഇറ്റ് ആൻഡ് ഡു. ഇന്നലത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് വെച്ചാൽ ഇന്നത്തെ പ്രോബ്ലം ചെയ്യാൻ ശരിക്കും ഒരാളുടെ ഹെൽപ്പ് ആവശ്യമില്ല. പിന്നെ D0 D1 അവിടെയൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തു തരുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ് us ഡു ദ അടുത്ത പ്രോബ്ലം ചെയ്യാം. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ, അടുത്തത് ആൻഡ് ഓഫ് ന്യൂ ക്യാപിറ്റൽ, പുതിയ ക്യാപിറ്റൽ ആണെങ്കിൽ assuming that new shares will be issued at a price of 52 per share. പുതിയ ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ എങ്ങനെയാവും പ്രോബ്ലം ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോഴും നമുക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. യു വിൽ ഹാവ് ടു സ്റ്റിക്ക് ഓൺ വിത്ത് ദ സെയിം ഫോർമുല. KE ഈസ് ഈക്വൽ ടു EPS ഡിവൈഡഡ് ബൈ ഫ്രഷ് ഇഷ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂ ആകുമ്പോൾ ഒരിക്കലും മാർക്കറ്റ് പ്രൈസ് അല്ല ഇമ്പോർട്ടൻറ്റ്. It is the net proceeds which is important. Clear? അപ്പോൾ EPSൽ ഒരു ചേഞ്ചും ഇല്ല. കാരണം EPS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതേ മെത്തേഡ് ഉള്ളൂ. പിന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ ഇത് തന്നെയാണ്. EPS റിമെയിൻസ് സെയിം. EPS എന്ന് പറഞ്ഞ ഫോർമുല എന്താ? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഏർണിങ്സ് കൂടുണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല. സോ EPS റിമെയിൻസ് സെയിം ആസ് 9. വാട്ട് അബൌട്ട് NP? നെറ്റ് പ്രൊസീഡ്സിന് എന്താ? It will be issued at a price of 52 per share. 52 രൂപയ്ക്കാണ് ഇഷ്യൂ. ക്ലിയർ? അപ്പോൾ ഇഷ്യൂ പ്രൈസ് ആണ് എഴുതേണ്ടത്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ വിൽ ബി 2 per share. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2 രൂപയാണ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ 9 ആണ് EPS. അപ്പോൾ നമ്മൾ അതേ ഫോർമുലയിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. 9 എങ്ങനെ കിട്ടണം എന്നുള്ളത് കഴിഞ്ഞ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ MP എന്ന് പറഞ്ഞ ഫാക്ടറിന് പകരം ഇവിടെ NP ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇറ്റ് ഈസ് ഫ്രഷ് ഇഷ്യൂ. സോ റിമെമ്പർ, ഇഫ് ഇറ്റ് ഈസ് ഫ്രഷ് ഇഷ്യൂ, ഇറ്റ് ഈസ് നോട്ട് ദ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് ദ നെറ്റ് പ്രൊസീഡ്സ്. അതർ ദാൻ ദാറ്റ്, ഇൻ ഓൾ അതർ കേസസ്, ഇറ്റ് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. സോ 9 divided by 50 into 100, it comes to 18%. Is it clear with the problems? എല്ലാ പ്രോബ്ലം ചെയ്തിട്ടാണ് കാണിച്ചത്. നിങ്ങൾക്ക് ആ കളർ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഐ ഹവ് ചേഞ്ച് ദ കളർ. കളർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ദ ഹാൻഡ് റൈറ്റിംഗ് ഇസ് സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ബെയർ വിത്ത് മീ ആൻഡ് വി ഷൽ കണ്ടിന്യൂ വിത്ത് ദ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് ടുമോറോ. കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സിൽ നമുക്ക് അങ്ങനെ പ്രോബ്ലം ചെയ്യാനൊന്നുമില്ല. നേരെ നമുക്ക് ഡയറക്റ്റ്ലി യു വിൽ ഗോ ടു കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത്രയും എത്തിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്തിയാൽ ഇറ്റ് ഈസ് പ്രെറ്റി ഈസി ടു ഡു. കാരണം നമുക്ക് സ്പെസിഫിക് കോസ്റ്റ് എല്ലാം അറിയാം. പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. കുറച്ച് മാക്സിമം ഒരു 10-12 സം വർക്കൗട്ട് ചെയ്യുക. വി വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓൾസോ. ഓക്കെ, സോ താങ്ക് യു ഡിയർ ചിൽഡ്രൻ. ടുമോറോ വിൽ സീ.